മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ്. IPC 153 വകുപ്പ് സെക്ഷൻ എ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിഴയും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് മാൻഹോളിൽ വീണ തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങവേ മരണമടഞ്ഞ നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ സഹായധനം അനുവദിച്ചത് മുസ്ലിം ആയതുകൊണ്ടാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ ഉപനേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും പരാതി കൂടി കണക്കിലെടുത്താണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേസ് രജിസ്റ്റർ ചെയ്ത ആലുവ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള ജനതയെ ജാതീയമായും വർഗീയമായും വേർതിരിക്കാനും സംഘർഷമുണ്ടാക്കാനുമാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന നടപടികൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ കിട്ടിയ എല്ലാ പരാതികളും ഞാൻ ഹോം സെക്രട്ടറിക്ക് നൽകി. ഹോം സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം തേടി. അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ IPC 153A അനുസരിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യാനോ യാത്ര തടയാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 153 വകുപ്പ് സെക്ഷൻ എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ ആളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് പ്രതികരിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല അത് ജീവിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ കർമ്മം നിർവഹിച്ചു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു മതസൗഹാർദ്ദവും തകർക്കാൻ പറഞ്ഞില്ല. ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വിട്ടുപോയെങ്കിൽ അത് പരിഹരിക്കുവാൻ, അതായത് ഒരു മാൻഹോളിൽ ഇറങ്ങിയ നവാസിനെ അദ്ദേഹത്തോട് വളരെ സ്നേഹവും ബഹുമാനവും അതോടൊപ്പം തന്നെ വലിയൊരു കർമ്മവും ചെയ്തതിനോട് അതിന് അദ്ദേഹത്തിന് കൊടുത്ത സമ്പത്തിനോടുള്ള ഒരു വിരോധമായി ജോലി കൊടുക്കുന്നില്ല. പക്ഷെ സമാന ചിന്തയുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പല കർമ്മങ്ങളും ഈ രാജ്യത്ത് നടന്നിട്ട് പോലും ആ സർക്കാർ അതിന് വേണ്ടത്ര പരിഗണന മറ്റു ചിലതിന് കാണിക്കാതെ വന്നപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നടപ്പാക്കണം. ആ സാമൂഹ്യ നീതി നടപ്പാക്കാൻ സർക്കാരിൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ മരണങ്ങളും ഉണ്ടാകുമ്പോഴെല്ലാം ഉണ്ടായി അവരെ സഹായിക്കുവാനുള്ള സന്മനസ് ഉണ്ടാകണമെന്നുള്ള. വെള്ളാപ്പള്ളിയെ പോലെ സംസ്കാരശൂന്യനായ ഒരു വ്യക്തിയുടെ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു പറഞ്ഞു. രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദാരുണമായി മരണമടഞ്ഞ നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന കൈരളി TVയുടെ ക്യാമ്പയിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുംബൈയിൽ മാതൃഭൂമി സംഘടിപ്പിച്ച കേരള ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോയ് മാത്യു. 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ നൌഷാദ് ദാരുണമായി മരണമടഞ്ഞ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടതെന്ന് ജോയ് മാത്യു പറഞ്ഞു. ഞാൻ കുറച്ച് ശരിയോടില്ലായിരുന്നു. വാർത്താമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ലഡാക്ക് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കുറേ പോസ്റ്റുകൾ കിട്ടി. സംവിധായകൻ രഞ്ജിത്ത് എഴുതിയ ഹൃദയസ്പർശിയായ ലേഖനത്തിലൂടെയായിരുന്നു കൂടുതൽ ഗഹനമായി അറിയാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതിലെൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് എഴുതിയൊരു കുറിപ്പുണ്ട്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കുറിപ്പ്. അത് വളരെ ഹൃദയസ്പർശിയായി മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു എഴുത്ത്. അപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന കൈരളി TVയുടെ ക്യാമ്പയിന് തന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ജോയ് മാത്യു വ്യക്തമാക്കി. തീർച്ചയായും കൈരളി നടത്തുന്ന ഈ യജ്ഞത്തിന് എൻ്റെ എല്ലാവിധ സഹകരണമുണ്ട്. മാത്രമല്ല നമ്മൾ ചാനലുകളൊക്കെ തന്നെ യാതൊരു കാര്യമില്ലാത്ത പ്രയോജനമില്ലാത്ത 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇതൊരു മഹത്തായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ മുൻകൈയെടുക്കണം. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണയും ഇതിനുണ്ടായിരിക്കും. നൌഷാദിനെ കുറിച്ചുള്ള വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന ജോയ് മാത്യു പറഞ്ഞു. ഞാൻ ഈ വെള്ളാപ്പള്ളിക്കൊന്നും യാതൊരു വിലയും കൊടുക്കാത്ത ആളാണ്. എനിക്കെന്ത് വെള്ളാപ്പള്ളി, അങ്ങനെ പലരും പറയും. ഇത് കുത്തിപ്പൊക്കി നമ്മളൊരു വാർത്തയാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ സമുദായ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമുദായം, ആ സമുദായത്തിൻ്റെ നേതാവാണെന്ന് സ്വയം പറയുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. ഒരു പ്രശ്നമില്ലാത്ത സംസ്ഥാന കേരളം.
ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഐ ഡോണ്ട് കെയർ വാട്ട് ഹീ സെയിങ്. എനിക്ക് അറിയുന്നില്ല ഇയാൾ പറയുന്നത് ഞാൻ കേൾക്കില്ല. കാരണം അങ്ങനെ പുസ്തകം വായിക്കുന്ന ആളോ അല്ലെങ്കിൽ ജ്ഞാനമുള്ള ആളോ എന്നല്ലല്ലോ. ഇങ്ങനത്തെ ആൾക്കാരാണ് ആദ്യം എന്താ പറയുക, നിങ്ങളൊക്കെയാണ് നിരുത്സാഹപ്പെടുത്തേണ്ടത്. ഇവരുടെ ഒന്നും വാർത്ത കൊടുക്കരുത്. അങ്ങനെ ഒരു ധീരത കാണിക്കണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ജീവത്യാഗത്തിലൂടെ നൌഷാദ് കാണിച്ചത് ഉദാത്തമായ മാതൃകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അപഹാസ്യമെന്നും പ്രസ്താവന വർഗീയതയുടെ പ്രകടമായ രൂപമെന്നും പിണറായി പ്രതികരിച്ചു. നൌഷാദിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പിണറായി. അങ്ങേയറ്റം ഉദാത്തമായ മാതൃകയാണ് ജീവത്യാഗത്തിലൂടെ നൌഷാദ് കാണിച്ചു തന്നത്. നൌഷാദിന്റെ ജീവത്യാഗത്തിന് മുൻപിൽ ശിരസ് കുനിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് മാളിക്കടവിലുള്ള നൌഷാദിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൌഷാദിനെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അപഹാസ്യകരമായ പ്രസ്താവന മതനിരപേക്ഷ കേരളം പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ വർഗീയ ഭ്രാന്തന്മാരെയും തോൽപ്പിക്കുമാറ് നൌഷാദിന്റെ ജീവത്യാഗത്തെ അപഹസിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇത് വർഗീയതയുടെ ഏറ്റവും പ്രകടമായ രൂപമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. വെള്ളാപ്പള്ളി നടേശൻ്റെ ജൽപ്പനങ്ങൾ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹമാകെ പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. കശ്മീരിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് വീരമൃത്യു വരിച്ച ജവാൻ സുബിനേഷിന്റെ ചെങ്ങോട്ടുകാവിലുള്ള വീട്ടിലും പിണറായി വിജയൻ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാൻഹോളിൽ വീണ തൊഴിലാളികളെ രക്ഷിക്കാൻ ഇറങ്ങി മരണമടഞ്ഞ നൌഷാദിന് ധീരതയ്ക്കുള്ള അവാർഡിനായി ശുപാർശ ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മറ്റാരും കാണിക്കാത്ത മനുഷ്യത്വമാണ് നൌഷാദ് കാണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. കാരണം അത് വലിയൊരു സാഹസമാണ് അദ്ദേഹം ചെയ്തത്. ധീരമായ നടപടിയാണ്. നമുക്ക് ആലോചിക്കും, ഗവൺമെൻറ് ആലോചിക്കും. കാരണം ആ രണ്ടുപേരകത്ത് അവിടെ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ ഓടയിൽ വീണു എന്നറിഞ്ഞപ്പം മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹം എടുത്ത കാര്യം. നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന പീപ്പിൾ TV ക്യാമ്പയിന് പിന്തുണ അറിയിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് വൈശാഖൻ. മനുഷ്യനെ മതത്തിന്റെ പേരിൽ പോരടിപ്പിക്കുന്ന കാലത്ത് നൌഷാദിന്റെ രക്ഷാപ്രവർത്തനം മാതൃകാപരമെന്ന് വൈശാഖൻ പറഞ്ഞു. മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോ വേലിക്കെട്ടിനുള്ളിലാക്കുകയും പരസ്പരം വൈരം വർദ്ധിപ്പിക്കുകയും പോരടിപ്പിക്കുകയും ചെയ്യാൻ പല മേധാവികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നൌഷാദിനെ പോലെ വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ എല്ലാം മറന്ന് 2 ജീവൻ രക്ഷിക്കാൻ ചാടി പുറപ്പെട്ടത്. അപ്പോൾ അയാൾ ഒരിക്കലും ആ മനുഷ്യരുടെ ആ മാൻഹോളിനുള്ളിൽപ്പെട്ടവരുടെ ജാതിയോ മതമോ ഒന്നും ഒരു നൊടി പോലും ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടതാണ്. ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബാബുവിനെതിരെ ലഭിച്ച പരാതികളിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 10 ദിവസത്തിനകം സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അശോക് ഇഷൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. മന്ത്രി ബാബുവിനും ബിജു രമേശിനുമെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് VHP നേതാവ് PN ശ്രീകുമാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കെ ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. മാണിക്ക് ബാധകമായ നിയമം 10 കോടി വാങ്ങിയ ബാബുവിന് ബാധകമല്ലേ എന്ന് കോടിയേരി സഭയിൽ ചോദിച്ചു. എന്നാൽ ബാബുവിന്റെയും മാണിയുടെയും 2 സ്വഭാവമുള്ള കേസുകളാണെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കോടതി വിധി വരട്ടെ എന്നായിരുന്നു കെ ബാബുവിന്റെ പ്രതികരണം. കെ ബാബുവിന്റെ രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രതിപക്ഷ നിലപാടാണ് നിയമസഭയിൽ കണ്ടത്. രാജി ആവശ്യം നിയമസഭയെ സ്തംഭിപ്പിച്ചു. ബാബുവിനെതിരെ കേസെടുക്കണമെന്ന പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. വ്യക്തമായ തെളിവുകളും മൊഴികളും പരാതിയും ഉണ്ടായിട്ടും കേസ് അട്ടിമറിക്കുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. 49 കോടി രൂപ സർക്കാരിന് നഷ്ടപ്പെട്ടപ്പോൾ കെ ബാബുവിന് 10 കോടി കിട്ടി. 1 കോടി വാങ്ങിയ ആള് പുറത്ത്, 10 കോടി വാങ്ങിയ ആൾ അകത്ത്. സർ, ഒരു പന്തിയിൽ 2 തരം ഭക്ഷണമാണോ ഇവിടെ? സീസറുടെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം. സർ, ഇത് ബാബുവിന് ബാധകമല്ലേ? മാണിക്കും ബാബുവിനും എതിരായ കേസുകൾക്ക് വ്യത്യസ്ത സ്വഭാവമാണെന്നും ഇരട്ട നീതിയുടെ പ്രശ്നമില്ലെന്നും ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള കേസുകൾ വരുമ്പോൾ ആ കേസുകൾ എല്ലാം ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള വാദം ഉന്നയിക്കുന്നത് ശരിയല്ല. കോടതി വിധിക്ക് കാക്കുകയാണെന്നും പ്രീ ബജറ്റ് ചർച്ച ചേർന്നിട്ടില്ലെന്നും കെ ബാബുവിന്റെ വിശദീകരണം.
പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ഞാൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ വർഷവും പ്രീ അബ്കാരി പോളിസി ചർച്ച ചെയ്യാറുണ്ട്. ഫീസ് വർദ്ധിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചു. പക്ഷെ ആ യോഗത്തിലല്ല ഈ കാര്യം തീരുമാനമെടുത്തത്. കെ ബാബുവിന്റെ സ്റ്റാഫ് അംഗം അജയ് ഘോഷിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കോടികളാണ് മറിയുന്നതെന്ന് VS നിയമസഭയിൽ ആരോപിച്ചു. ബാബുവിന്റെ ഓഫീസിൽ അജയ് ഘോഷ് എന്നൊരു വിദ്വാൻ ഉണ്ടായിരുന്നില്ലേ? മേപ്പടിയാറിന് എറണാകുളത്ത് ഫെഡറൽ ബാങ്കിന്റെ പരങ്ങാട് ശാഖയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ എല്ലാ വിവരങ്ങളും എന്റെ പക്കലുണ്ട്. 1/9/2011 മുതൽ കോടികളുടെ ഇടപാടാണ് ഈ അക്കൗണ്ടിലൂടെ ഇയാൾ നടത്തിയിരിക്കുന്നത്. ബാബു വാങ്ങിയ കൈക്കൂലിയിൽ എത്ര തുക ഈ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് സാർ? അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. തുടർന്ന് നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നിയമസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാബു കൈപ്പറ്റിയ പണത്തിന്റെ പങ്കെങ്ങാനും പുതുപ്പള്ളിയിൽ എത്തിയോ എന്നും പൂജപ്പുരയുടെ വാതിൽ താമസിയാതെ മാണിക്കു വേണ്ടി തുറക്കപ്പെടുമെന്നും VS പ്രതിഷേധ മാർച്ചിൽ പറഞ്ഞു. ബാർ ഉടമകളിൽ നിന്ന് 10 കോടി രൂപ കോഴ വാങ്ങിയ മന്ത്രി കെ ബാബു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് ആരംഭിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് നിയമസഭയ്ക്ക് 500 മീറ്റർ മുന്നിലായി പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞു. ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MLA-മാർ ബാരിക്കേഡിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. ബാർക്കോഴയുടെ വിഹിതം മുഖ്യമന്ത്രിയുടെ നാടായ പുതുപ്പള്ളിയിലേക്കും പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മാണി 1 കോടിയെങ്കിൽ ബാബു 10 കോടിയാണ് വാങ്ങിയിട്ടുള്ളത്. ആ 10 കോടിയിൽ ഒരു ഭാഗം അങ്ങ് പുതുപ്പള്ളിയിലേക്കും കൂടെ പോയിട്ടുണ്ടോ എന്തോ ബാബുവിനും പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നഗ്നമായ അഴിമതിയാണ്. ബാറുകാരോട് കണക്ക് പറഞ്ഞ് ശരിക്കും വാങ്ങിയതെ സംബന്ധിച്ചുള്ള വസ്തുതകളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. കെ ബാബു രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും തൂക്കുകയർ വീണാലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തൂക്കുമരത്തിൽ കയറേണ്ടി വന്നാൽ പോലും ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിക്ക് മുമ്പിൽ ഈ ഇടതുപക്ഷം കണ്ണടക്കാൻ പോകുന്നില്ല. ശക്തമായ പോരാട്ടം ഈ കേരളത്തിൽ വളർന്നു വരും. കെ ബാബുവിനെ പുറത്താക്കണമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. 1 കോടി വാങ്ങിയ മാണി പുറത്ത്, 10 കോടി വാങ്ങിയ ബാബു അകത്ത്. ബാബുവെ തൊട്ടാൽ പലരുടെയും കൈകൊള്ളും നമുക്കറിയാം. ബാബു ഒറ്റക്കല്ല, ബാബുവിന്റെ കൂടെ പലർക്കും ബന്ധമുണ്ട്. കെ ബാബു മാത്രമല്ല, ഈ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരാണെന്ന് KB ഗണേഷ് കുമാർ MLA ചൂണ്ടിക്കാട്ടി. എല്ലാ അഴിമതികളും എന്ത് അഴിമതിക്ക് പണം കൊണ്ടു കൊടുത്താലും അതിന് വഴങ്ങുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്യാണ്. PWD വകുപ്പിൽ മുഴുവൻ അഴിമതിയാണ്. വിദ്യാഭ്യാസ അഴിമതി വർദ്ധിച്ച് കൊച്ചുങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പോലും കിട്ടാതായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാരീസിൽ UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് തുടക്കമായി. ആഗോളതാപനം വികസിത രാജ്യങ്ങളുടെ സൃഷ്ടിയാണെന്നും ഇതിന് ഇന്ത്യ ഉത്തരവാദിയല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പാരീസിൽ നിന്നും K. രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാരീസ് നഗരം ഇപ്പോൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. എങ്കിലും പ്രമുഖരായ ലോക നേതാക്കളെല്ലാം തന്നെ പാരീസിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമായും വികസിത രാജ്യങ്ങളുടെ സൃഷ്ടിയാണ് ആഗോളതാപനം. എന്നാൽ ഇത് എങ്ങനെ തടയുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ആഗോളതാപനത്തിന്റെ ഉത്തരവാദി ഇന്ത്യ അല്ലെന്നും എന്നാൽ ഇന്ത്യ അല്ലെങ്കിൽ കൂടി ഈ ഒരു ആഗോള പ്രതിഭാസം തടയുന്നതിനാവശ്യമായ എല്ലാ നടപടികളും തന്നെ ഇന്ത്യ കൈക്കൊള്ളുമെന്ന് ഇവിടെ ഇന്ത്യൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തങ്ങൾ ഇന്ത്യ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2030 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ 40% കാർബൺ പുറന്തള്ളുന്നതിന് കാരണമാകാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നാകുമെന്ന് മോദി പറഞ്ഞു. ഉച്ചകോടിക്കിടെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആഗോളതാപനം തടയാൻ യോജിച്ച് പോരാടുമെന്ന് ഇരുവരും പ്രഖ്യാപിച്ചു. നേരത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി അദ്ദേഹം ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ വ്യക്തമാക്കിയിട്ടില്ല. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ആഗോളതാപനത്തിൽ ഉണ്ടാകുന്ന വർധന 2 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിജപ്പെടുത്തുക എന്നതാണ് ഈ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിനായുള്ള ലക്ഷ്യപദ്ധതികൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ UN സമിതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലാവസ്ഥ ഉച്ചകോടികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നു എന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട
ഒരു വിമർശനവും ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നടപടികളും അക്കാര്യം തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രിയാത്മക സ്വഭാവമുള്ള എന്തെങ്കിലും കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പാരീസിലെത്തിയിരിക്കുന്ന ലോക നേതാക്കളെല്ലാം തന്നെ ആരായുന്നത്. പാരീസിൽ നിന്ന് കെ രാജേന്ദ്രൻ. വരും ദിവസങ്ങളിലെ ഭക്തജന തിരക്ക് പരിഗണിച്ച് സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിപുലമാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി സന്നിധാനത്തും പമ്പയിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്ന് പുതിയതായി ചുമതലയേറ്റ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധത്തിൽ ഡിസംബർ 6-ന് സുരക്ഷ ശക്തമാക്കുമെന്നും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു. റബ്ബർ കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ചെറുകിട റബ്ബർ കർഷക ഏകോപന സമിതി നാളെ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തും. കേരളം, ത്രിപുര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റബ്ബർ കർഷകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. കർഷകരെ കണ്ണീരിലാഴ്ത്തി ടയർ നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.